പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിലുണ്ടെന്ന് സുരക്ഷാ സേന. പ്രത്യേക ദൗത്യ സംഘം പ്രദേശം വളഞ്ഞു. ഭീകരരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കുൽഗാം ജില്ലയിലെ മലനിരകളിലുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് സുരക്ഷാ സേനയ്ക്ക്. അതനുസരിച്ച് ദൗത്യ സംഘം പ്രദേശം വളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് കുൽഗാമിലാണ്. ഈ കുൽഗാമിൽ ഏതാണ്ട് ഈ പുഴയ്ക്ക് അപ്പുറത്തേക്കാണ് ഈ ഭീകരർ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഴയുടെ അപ്പുറത്തേക്ക് സെർച്ച് ഓപ്പറേഷനുകളും മറ്റും നടക്കുകയാണ്. പ്രധാനമായും ഈ മേഖലയിലൊക്കെ തന്നെ സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവരുടെ ദൃശ്യങ്ങൾ നൽകരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്. ഈ പെഹൽഗാമിൽ 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ സാഹചര്യത്തിന് ശേഷം ഈ ഭീകരവാദികൾ അവിടെ നിന്നും കടന്നത് ത്രാൽ മേഖലയിലേക്കായിരുന്നു. ത്രാലിൽ അവിടെ ഒരു ഗ്രാമത്തിൽ ഇവർ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ത്രാലിൽ നിന്നും അവർ മടങ്ങിയത് അനന്തനാഗിലേക്കാണ്. അനന്തനാഗിൽ അവിടെ ആദ്യഘട്ടത്തിൽ ചില ഏറ്റുമുട്ടലുകൾ ഇവരുടെ അടുത്തേക്ക്, ഈ ഭീകരരുടെ അടുത്തേക്ക് പ്രത്യേക ദൗത്യ സംഘം എത്തുകയും അവരുമായി ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും മറ്റും ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ടായിരുന്നു. പിന്നീട് അവർ കടന്നത് ഈ കുൽഗാം മലമേഖലയിലേക്കാണ്. അതായത് അവർ ജമ്മു മേഖലയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുൽഗാം മേഖലയിലേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പോൾ കുൽഗാം മലനിരകളിൽ അവർ എത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ദൗത്യ സംഘം CRPF-ൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെ കമാൻഡോ അടക്കമുള്ള പ്രത്യേക ദൗത്യ സംഘം ഈ മേഖലയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ കുൽഗാമിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ കാടുകളിൽ എവിടെയോ ഈ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എനിക്ക് പിന്നിലും അതേപോലെ തന്നെ മുന്നിലുമായി ഈ പ്രത്യേക ദൗത്യ സംഘമുണ്ട്. എന്നാൽ അവർ പ്രത്യേകമായി ഇതിനോടകം തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ നിർദ്ദേശമുണ്ട്. ഒരു കാരണവശാലും ഓപ്പറേഷനിലുള്ള സൈന്യത്തിൻ്റെയോ CRPF-ൻ്റെയോ മറ്റ് സേനാ വിഭാഗങ്ങളുടെയോ ഒന്നും ദൃശ്യങ്ങൾ ലൈവായി നൽകരുത് എന്നുള്ളത് കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിനാൽ തന്നെയും മാത്രമല്ല ഈ സൈന്യത്തിൻ്റെയും ഈ ദൗത്യ സംഘത്തിൻ്റെയും ഒക്കെ തന്നെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ പുഴ കടന്ന് വലിയ രീതിയിലുള്ള സെർച്ചിങ് ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയ്ക്കപ്പുറത്തേക്ക് വലിയ കാടും വലിയ മലയുമാണുള്ളത്. അവിടേക്ക് മാധ്യമങ്ങളെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല. വലിയ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയില്ല. എങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എനിക്ക് പിന്നിൽ കാണുന്ന ആ വലിയ കാടുകളിൽ എവിടെയോ ആ മലനിരകൾ, ഇത് ഈ കാടിന് പിന്നിലായി വലിയ മലനിരകളാണ്. അതും ഏകദേശം ദൃശ്യങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. ഏതായാലും ഈ കാടുകളിൽ തന്നെ, ഈ മലനിരകൾക്ക് താഴെയുള്ള ഈ കാടുകളിൽ തന്നെ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ. ഈ കാടിന് സമീപമായി ഒരു ഗ്രാമവുമുണ്ട്. അവിടെ അടക്കം സെർച്ച് ഓപ്പറേഷനുകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഭീകരരെ വരും മണിക്കൂറുകളിൽ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ്. ഈ ഭീകരരുടെ അടുത്തേക്ക് പോലും ഈ സുരക്ഷാ പ്രത്യേക ദൗത്യ സംഘം എത്തി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഭീകരരിൽ നിലവിലുള്ളത് മോസ്റ്റ് മോഡേൺ ആയുധങ്ങളും മറ്റുമാണ്. ഇതെല്ലാം ചൈനീസ് നിർമ്മിതമാണ് എന്നുള്ളതാണ് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നാവിഗേഷണൽ ദിശ നോക്കി പോകാൻ കഴിയുന്ന രീതിയിൽ ഉള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സും അവരുടെ കയ്യിലുണ്ട്. അതായത് അതും ചൈനീസ് നിർമ്മിതമാണ് എന്നുള്ളതാണ്. ഈ ഭീകരർക്ക് കാടിനുള്ളിലൂടെ ഈ നാവിഗേഷൻ എക്യുപ്മെന്റ്സ് നോക്കി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരർക്ക് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പ്രത്യേക ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഈ ഹമീദ് മൂസ, അയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗമായിരുന്നയാളാണ്. അയാൾ കമാൻഡോ ആയിരുന്നു. അവിടെ നിന്നും പ്രത്യേക ദൗത്യവുമായാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായത്. അങ്ങനെയാണ് ഇയാൾ കാശ്മീരിൻ്റെ മണ്ണിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി കാടിനുള്ളിലൂടെ ഈ ദിശ നോക്കി സഞ്ചരിക്കുവാൻ, രാവോ പകലോ ഭേദമില്ലാതെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ സേനയ്ക്ക് ഇത്തരം നാവിഗേഷണൽ
എക്യുപ്മെന്റ്സും അതേപോലെ തന്നെ ഇത്തരം ആയുധങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ സേനയ്ക്ക് ഇവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ അല്പം വൈകിയത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അവർ ഈ മലനിരകൾക്ക് താഴെയുള്ള കാടുകളിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അവരെ ഉടൻ പിടികൂടാൻ സാധിക്കും. പ്രത്യേക ദൗത്യ സംഘം അവരുടെ അടുത്തേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഉടനീളം ഇത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഹൈ അലേർട്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ISI ഭീകരവാദികൾ ഏത് സമയവും ഇവിടേക്ക് കടന്നു വന്ന് ഈ പെഹൽഗാം അക്രമത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ സാധ്യതയാണ് പ്രധാനമായും മിലിറ്ററി ഇന്റലിജൻസും അതേപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും മറ്റും നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രപ്രധാന മേഖലകളിലടക്കം സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തുടർച്ചയായ 6ാം ദിവസവും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നൌഷാര അതേപോലെ തന്നെ സുന്ദർബനി അഹ്നൂർ സെക്ടറുകളിലാണ് ഇന്നലെ വെടിയുതിർത്തത്. അവിടുത്തെ ജനങ്ങൾ ഇതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. രാത്രി ഏതാണ്ട് 8-9 മണിയോടുകൂടി തന്നെ വലിയ വെടിയൊച്ചയായിരുന്നു കേട്ടത്. ഏതാണ്ട് 30-40 റൗണ്ട് വെടിയാണ് പാകിസ്ഥാൻ ഉതിർത്തത് എന്നുള്ളതാണ്. അതേസമയം BSF ശക്തമായ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ചാണ് BSF മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ദയാദാക്ഷിണ്യവും വേണ്ട എന്നുള്ളതാണ് BSFന് ലഭിച്ച നിർദ്ദേശം. അതുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ BSFും ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും രാത്രികളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ BSFനെ കൂടുതലായി ഈ മേഖലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. രോഹിണി. ശരി നന്ദൻ.